survival of the fittest in this world. This world filled with violence, deception, and betrayal. How could I? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു റാൻഡം പ്ലെയറുമായിട്ട് ഒരു 1v1 കളിച്ചാൽ കളി എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു 4 ക്യാരക്ടറിനെ സെലക്ട് ചെയ്യണം. അറ്റാക്ക്, ഗൊറില്ല, സ്കൗട്ട്, കൺട്രോൾ 4 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവനാണ് ഗണ്ണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ 2 ഗണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും വെച്ച് എനിക്ക് കളിക്കാറുണ്ട്, കാരണം ഞാൻ കളി തുടങ്ങിയിട്ട് ഇപ്പം ഒരു 2 ദിവസം ആയതേ ഉള്ളൂ. നോക്കണേ, 2 പേർ ഷോർട്ട് റേഞ്ച് ഗണ്ണാണ്. ഞാൻ എന്തായാലും നേരെ റഷ് ചെയ്യുകയാണ്, ഒന്നും നോക്കുന്നില്ല. റഷ് ചെയ്ത് കയറിയപ്പോൾ അവൻ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അവൻ നല്ല രീതിക്ക് എൻ്റെ ഷീൽഡ് അടിച്ച് പൊടിച്ചു. അപ്പോഴേക്കും ഒരു ഷോർട്ട് ഗണ്ണെടുത്ത് ഞാൻ അവന് നൈസിന് അങ്ങ് തട്ടി. ഫസ്റ്റ് റൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ്റെ ഒരു ക്യാരക്ടർ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അവൻ അടുത്തൊരു ലേഡി ക്യാരക്ടറുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനാണ് ഗണ്ണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ പോയി 2 ഗണ്ണ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഗണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു AK-യും ഒരു ഫെനീർ എന്ന് പറയുന്ന ഒരു ഗണ്ണുമാണ്. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ ഐസിന് അവൻ്റെ അടുത്ത് റഷ് ചെയ്തങ്ങ് കയറുകയാണ്. AK എടുത്ത് നല്ല രീതിക്ക് കുത്തിപ്പിടിക്കാൻ അറിയാം എന്നുള്ള അഹങ്കാരത്തിലാണ് ചെന്ന് കയറണത്. എടാ ഭയങ്കര, അപ്പോഴേക്കും അവൻ കറങ്ങി ബേക്കിലെത്തി ഗൈസ്. എന്തായാലും AK എടുത്ത് അവൻ്റെ ഉച്ചയടിച്ചിരിക്കും. എൻ്റെ അമ്മച്ചി അവൻ അടിച്ചതിനെ 10 HP ആക്കി. മെഡ്കിറ്റ് അടിക്കാൻ മെഡൊന്നുമില്ല, ഈ 10 HP വേണം അവനെ തീർക്കാൻ. അതും വിചാരിച്ച് നേരെ കണ്ണും പൂട്ടി കയറിയപ്പോൾ അവൻ എന്നെ അടിച്ചങ്ങ് കിട്ടും. കുഴപ്പമില്ല, നമുക്ക് 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ 2 SMG ഗണ്ണാണ് ഗൈസ്. നോക്കുക, എടാ മോനെ കിടില എബിലിറ്റി ഗൈസ്. ഞാൻ ഈ ഒരു ക്യാരക്ടറൊക്കെ ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഓരോ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ ഒരു റൗണ്ടിൽ ഞാൻ ആ ഒരു എബിലിറ്റി ഇട്ട് നേരെ അങ്ങ് കയറി ചെന്നു. ഇവിടെ ചെന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഇനിയും കളി പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ അടിക്കുന്ന അടി ഒന്നും പോലും അവളെ പിറത്ത് കൊല്ലുന്നില്ല, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ കൊള്ളും. കണ്ടില്ലേ, പറങ്ങാണ്ടിലെ അണ്ടി പിഴിഞ്ഞ് കളയും കണക്കാണ് അവൾ എന്നെ അടിച്ചങ്ങ് കിട്ടും. കുഴപ്പമില്ല, എൻ്റെ 2 ക്യാരക്ടർ റെഡ് ആയിട്ടുണ്ട്, അവൾക്ക് ഒറ്റ ക്യാരക്ടർ. അടുത്ത റൗണ്ട് എന്തായാലും നമുക്ക് പിടിച്ചാലേ പറ്റൂ. അപ്പോൾ 4ാമത്തെ റൗണ്ടിൽ ഒരു AK-യും പിന്നെ വേറെ ഏതൊരു ഗണ്ണും കിട്ടിയിട്ടുണ്ട്. ഇത് ഈ 2 ഗണ്ണും കൊണ്ട് ഞാൻ നൈസിന് റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ ഇങ്ങോട്ട് വരും. ആകെ നല്ല രീതിക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റുന്ന ഗണ്ണ് AK-യാണ്. അപ്പോൾ ഈ റൗണ്ട് എന്തായാലും എടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് AK-ക്ക് നൈസിന് ഞാൻ അവളെ അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ അവളെ 2 ക്യാരക്ടറും റെഡ്, എൻ്റെ 2 ക്യാരക്ടറും റെഡ്. അപ്പോൾ അടുത്ത കളി എന്തായാലും നമുക്ക് പിടിച്ചാൽ ഈ കളി വിക്ടറി അടിക്കും. അടുത്ത റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ അവളൊരു SMG ഗണ്ണും ഒരു ഷോർട്ട് ഗണ്ണുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചാലേ പറ്റൂ. ഇത് 5ാമത്തെ റൗണ്ടാണ്. ഈ 2 ഗണ്ണ് വെച്ച് എനിക്ക് കളിക്കാനെന്ന് പറഞ്ഞൂടാ. എന്നാലും ഞാൻ നല്ല രീതിക്ക് റഷ് ചെയ്ത് കയറണം. എൻ്റെ ഷീൽഡും എനിക്ക് നല്ല ഡാമേജ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ എന്തോ എബിലിറ്റി ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യണേ. അപ്പോഴേക്കും അവൻ കയറി വന്നത് എൻ്റെ ഷോർട്ട് ഗണ്ണെടുത്ത് നൈസിന് അവനെ കുത്തി അങ്ങ് പിടിച്ച് കൊന്നിട്ട്. കുത്തിപ്പിടിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. കുത്തിപ്പിടിച്ച് ഫോണിൻ്റെ ഡിസ്പ്ലേ വരെ ഞാൻ കുളിച്ചിട്ടുണ്ട് ഗൈസ്. നോക്കുകയാണെങ്കിൽ അവൻ ഒരു ക്യാരക്ടറും കൂടെ എലൈവ് ഉള്ളൂ. അപ്പോൾ അവനെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഒരു കളി വിക്ടറി അടിക്കും. സ്നൈപ്പറാണ്. അപ്പോൾ എന്തായാലും ഈ കളി B2K ആയാലേ പറ്റൂ. എൻ്റെ B2K അപ്പൂപ്പന്മാരെ അവൻ്റെ തലേൻ്റെ കയ്യിലിരിക്കണേ. അവനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നൈസിന് സ്കോപ്പ് ചെയ്തേക്കുമ്പോൾ അവൻ നല്ല രീതിക്ക് എന്നെ അടിച്ചങ്ങ് ഉറക്കി. അയ്യോ, ലാസ്റ്റ് നോക്കണമെങ്കിൽ 7ാമത്തെ റൗണ്ടിൽ അവനും ഒരു ക്യാരക്ടർ ലൈവ്, എനിക്കൊരു ക്യാരക്ടർ ലൈവ്. അപ്പോൾ ഈ ഒരു കളി എന്തായാലും ജയിച്ചാലേ പറ്റൂ. ഈ ഒരു റൗണ്ട് തോറ്റ് കഴിഞ്ഞാൽ മൂച്ചി. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഗണ്ണ് VSS എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ആ ഒരു VSS കൊണ്ട് നല്ല രീതിക്ക് റഷ് ചെയ്ത് കയറുകയാണ്. അപ്പോഴേക്കും ഞാൻ അവനെ സ്പോട്ട് ചെയ്തു. ആ ഒരു കണ്ടക്ടറിൻ്റെ ബേക്കിൽ സ്പോട്ട് ചെയ്ത് നൈസിന് അവൻ്റെ ഷീൽഡ് എങ്ങനെയാലും ആദ്യം അടിച്ച് പൊട്ടിക്കാൻ. എനിക്ക് കളിക്കാൻ അറിയാവുന്നതുകൊണ്ട് അവന് ഒരു അടി പോലും പുറത്ത് കൊണ്ടിട്ടില്ല. അപ്പോഴേക്കും അവനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ ഇട്ട്, അതൊന്നും വർക്കായില്ല. ഈ ഒരു ക്യാരക്ടറിൻ്റെ അൾട്ടിമേറ്റ് പവർ കൊണ്ട് ഞാൻ റഷ് ചെയ്ത് കയറി. അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ ഞാൻ ചത്തത്. എന്തായാലും VSSനെ ഞെക്കി പിടിച്ച് ആ ഒരു കളി നമ്മൾ വിക്ടറി അടിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാർലൈറ്റ് കളിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.